പാങ്കോങ് ലേക്കിൻ്റെ തീരത്ത് തന്നെ അങ്ങനെ എൻ്റെ മറ്റൊരു ആഗ്രഹം കൂടി സഫലമാവുകയാണ്. സ്വപ്നം കാണണം, ആ സ്വപ്നത്തിനായി പ്രയത്നിക്കണം. തീർച്ചയായിട്ടും നമുക്ക് അത് നിറവേറ്റാൻ പറ്റും. ഇതുവരെയുള്ള യാത്രയിൽ തന്നെ ഒരുപാട് അനുഭവങ്ങളാണ്. കഥ കേൾക്കാൻ താല്പര്യമുള്ളവരോട് പറയാൻ എനിക്കൊരുപാടുണ്ട്. യാത്ര അതൊരു വല്ലാത്ത സംഭവം തന്നെയാണ്. ഓരോ യാത്രകളും ഓരോ കാഴ്ചകളും നമ്മളെ ഒരുപാട് അനുഭവങ്ങളാണ് പഠിപ്പിക്കുന്നത്. നാട്ടിലും വീട്ടിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും ഒക്കെ യാത്ര ചെയ്യണം. വലിയ കുന്നും മലകളും എത്താവുന്നിടത്തോളം ഉയരത്തിൽ കയറണം. എത്ര തളർന്നാലും മുകളിലെത്തുക തന്നെ വേണം. എന്നിട്ട് അവിടുന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കിട്ടുന്നൊരു കാഴ്ചയുണ്ട്. അതിൻ്റെ ഒരു സുഖം പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ യാത്ര ചെയ്യുന്ന വീഥികൾ, പരിചയപ്പെടുന്ന മുഖങ്ങൾ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് കിട്ടുന്ന ആളുകൾ, നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷനിൽ പരിചയപ്പെടുന്ന സുന്ദരമായ ആളുകൾ, അവരുടെ സ്നേഹം, സംസാരം, കഥകൾ, എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ പ്രചോദനം നൽകും. ജീവിതം തന്നെ വലിയൊരു യാത്രയാണ്. പാങ്കോങ് തടാകത്തിൻ്റെ തീരത്തിലൂടെ അന്തം വിട്ട് നടക്കുമ്പോഴാണ് നമ്മളെ മലയാളികളായിട്ടുള്ള ഒരുപാട് യാത്രക്കാർ. അവരെ എന്നെയും ഒരു നടനാക്കി. എന്നെ തലങ്ങും വിലങ്ങും അതിൻ്റെ ചുറ്റും നടത്തിച്ചു. എന്തൊക്കെയോ വീഡിയോകളെടുത്തു. അതെ, അറിയാത്ത, കാണാത്ത, ഇനി കാണുമോ എന്ന് പോലും അറിയാത്ത ആളുകൾ അന്നെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സായി. അതാണ് യാത്ര. വല്ലാത്തൊരു ജീവിതം തന്നെയാണ് യാത്ര. പണ്ടാരോ പറഞ്ഞതുപോലെ ഹാപ്പിനെസ് ഈസ് എ വേ ഓഫ് ട്രാവൽ, നോട്ട് എ ഡെസ്റ്റിനേഷൻ. ഇത്ര മനോഹരമായ വാക്കുകൾ. മറ്റാരോ പറഞ്ഞ പോലെ ടു ട്രാവൽ ഈസ് ടു ലിവ്. അതെ, യാത്ര ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ജീവിതം. ട്രാവൽ ഈസ് ദ ഓൺലി തിങ് യു ബൈ ദാറ്റ് മേക്ക് യു റിച്ചർ. അതെ, നമുക്ക് റിച്ചർ ആയിട്ടുള്ള എന്തെങ്കിലും, എക്സ്പെൻസീവ് ആയിട്ടുള്ള എന്തെങ്കിലും നമുക്കായിട്ട് വാങ്ങാൻ പറ്റുമെങ്കിൽ അത് യാത്രയാണ്. യാത്ര ചെയ്യുക, അനുഭവങ്ങൾ നേടുക. യാത്ര എന്നുള്ളത് ഒരു ഉത്സവം കൂടിയാണ്. നമ്മൾ അത്രമാത്രം, ഓരോ നിമിഷവും നമ്മൾ അത്രമാത്രം സന്തോഷവാന്മാരായിരിക്കും. മറ്റുള്ളവർ കാണും, അറിയും, അവരെന്ത് ചിന്തിക്കും എന്നൊക്കെ ചിന്തിക്കുന്നിടത്തുനിന്ന് നമ്മുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരണമെങ്കിൽ ഒരു യാത്ര തന്നെ വേണം. യാത്ര അതൊരു പോരാട്ടവും അനുഭവങ്ങളുടെ ഒരു കലാവേദിയുമാണ്. യാത്ര ചെയ്യുക. ഒരുപാട് മനോഹരമായ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.